ചൂട് ചായക്കൊപ്പം വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മസാലയൊന്നും വഴറ്റാതെ കുറഞ്ഞ ചേരുവയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ 125 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് വേവിച്ചതിന് ശേഷമുള്ള അളവാണ്. ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ഇവിടെ ഞാൻ 200 ഗ്രാം സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 200 ഗ്രാം. അത് ഏകദേശം 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇതിന് ബൈൻഡിങ്ങിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ആ ഒരു സവാളയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല. ആ ഒരു ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം നിങ്ങൾ കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ എന്തായാലും കിട്ടും. അല്ല നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളം ചേർത്ത് പിന്നെ മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ചേർത്ത് കൊടുക്കും. രുചി നല്ല പോലെ തന്നെ കൂടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഉപ്പ് ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവും നിങ്ങളുടെ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഈ ഒരു പാകത്തിനാണ് കുഴഞ്ഞ് കിട്ടേണ്ടത്. നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലിക്വിഡായി പോവാതെ ശ്രദ്ധിക്കണം. അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതിയാകും. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളിയെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ സാധാരണ വടയുടെ ഷേപ്പിലേക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പുറമേ പെട്ടെന്ന് കളറൊക്കെ മാറും, പക്ഷേ ഉള്ളോളം വെന്ത് വരില്ല. ഇതിപ്പോൾ നോക്കൂ, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം തന്നെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ ഉള്ളിവടയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ഉള്ളിവട ഉണ്ടാക്കണ പോലെ തന്നെ, പക്ഷേ അതിലേക്ക് ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചി നല്ല പോലെ തന്നെ കൂടും. ഈ ഒരു പലഹാരം കഴിച്ചപ്പോൾ തോന്നിയത്, കടലപ്പൊടിക്ക് പകരം നിങ്ങൾ മുഴുവനായിട്ടും അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നല്ല പോലെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് കടലപ്പൊടി ആകുമ്പോൾ ആ ഒരു കടലപ്പൊടിയുടെ രുചിയും ചിക്കൻ്റെ രുചിയും എല്ലാം കൂടെ വരുമ്പോൾ ചിക്കൻ്റെ രുചി ഒരല്പം താണു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം അരിപ്പൊടിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ്. നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചാൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.